ലോകമിക്ക രാജ്യങ്ങളിലും ഉന്നത വിദ്യാഭ്യാസത്തിനും ജോലിക്കുമെല്ലാം വേണ്ടി വിദേശത്തേക്ക് പോകുന്ന പൗരന്മാരെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഭിക്ഷാടനത്തിന് വേണ്ടി വിദേശത്തേക്ക് വണ്ടി കയറുന്ന മനുഷ്യരെയും അത് രാജ്യത്തിന്റെ പ്രധാന വരുമാനവും സമ്പത്തുമാക്കുന്ന ഒരു രാജ്യത്തെയും കണ്ടിട്ടുണ്ടോ? അതാണ് പാകിസ്ഥാൻ. നാട്ടിലും വിദേശ രാജ്യങ്ങളിലുമായി വലിയ തോതിൽ പണം സമ്പാദിക്കുന്ന പാകിസ്ഥാൻ ഭിക്ഷാടന മാഫിയ കൈ നീട്ടി ഒരു വർഷം സമ്പാദിക്കുന്നത് $42 കോടി എന്നാണ് കണക്ക്. സെന്റർ ഫോർ ബിസിനസ് ആൻഡ് സൊസൈറ്റി ഇൻ പാകിസ്ഥാൻ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാന്റെ 23 കോടിയോളം വരുന്ന ജനസംഖ്യയിൽ 3.8 കോടി പേർ പ്രൊഫഷണൽ യാചകരാണ്. ദിവസം ശരാശരി 800 മുതൽ 2000 രൂപ വരെയാണ് സമ്പാദിക്കുന്നത്. യാചകർക്ക് ദാനം നൽകുന്നത് പുണ്യമായി കണക്കാക്കപ്പെടും എന്നതുകൊണ്ട് തന്നെ അത് മുതലെടുത്താണ് ആരാധനാലയങ്ങളിൽ ഉൾപ്പെടെ ഇവർ ഭിക്ഷാടനത്തിന് ഇറങ്ങുന്നത്. ഇതിനായി കുട്ടികളെ അടക്കം ഭിക്ഷാടന മാഫിയ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നതാണ് വാസ്തവം. ഇതിൽ തന്നെ പാകിസ്ഥാനിലെ ഭിക്ഷാടകരുടെ ഇഷ്ടയിടം സൗദി അറേബ്യയാണ്. ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് പുണ്യനഗരമായ മക്കയിലും മദീനയിലുമാണ് കൂടുതൽ പേരും പോകുന്നത്. ഹജ്ജ്, ഉംറ നിർവഹിക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവരെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. 2023 മക്കയിൽ നടന്ന പോക്കറ്റടി കേസുകളിലെ പ്രതികളിൽ 90% പേരും പാക് വംശജരായിരുന്നു എന്നതും എടുത്തു പറയണം. എന്തായാലും കഴിഞ്ഞ ദിവസം സൗദി അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ഭിക്ഷാടകരെ തിരികെ അയച്ചതോടെ നാണം കെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. കഴിഞ്ഞ 3 വർഷത്തിനിടെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ 50,000 പാകിസ്ഥാനികൾ ഭിക്ഷാടനം നടത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്ത് അനധികൃത ഭിക്ഷാടനത്തിന് പിടികൂടുന്നവരിൽ 90% പാകിസ്ഥാനികളാണ് എന്നതാണ് കണക്ക്. ഇതിൽ തന്നെ ഭൂരിഭാഗവും പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ നിന്നുള്ളവരാണ്. സൗദിക്ക് പുറമെ ഇറാഖ്, മലേഷ്യ, ഒമാൻ, ഖത്തർ, UAE എന്നിവിടങ്ങളിൽ നിന്നും പാകിസ്ഥാൻ യാചകരെ പുറത്താക്കിയിട്ടുണ്ട്. തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം, ഭക്ഷ്യസുരക്ഷയുടെ അഭാവം തുടങ്ങിയ കാരണങ്ങളാണ് പ്രധാനമായും ഭിക്ഷാടനത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ അതല്ലാതെ ഭിക്ഷാടനത്തിന് ഒരു ബിസിനസ്സായി വരെ കണ്ട് ചൂഷണം നടത്തുന്നവരുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കണക്കുകൾ പുറത്തു വന്നതോടെ എന്തായാലും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നാണം കെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ.